സുസിലിയേ, കെട്ടിയവന് കടം കയറിയപ്പം വിളിച്ചാ വിളിയും കേൾക്കാതായോ? എടി കട്ടൻ കാപ്പി ആയില്ലയോ? എടി എന്നാ അടുപ്പ് കത്തിച്ചില്ലയോ? വെള്ളം തിളച്ചില്ലയോ? കാപ്പിപ്പൊടി ഇല്ലയോ? കൈ കുരുവാന്നോ ഇച്ചിരി കാപ്പി ഇടാൻ? ചൊറിയാൻ തോന്നുമ്പോ ചൊറിഞ്ഞില്ല പിന്നെ എന്നെ ആടി ഒരു സുഖം. തൊണ്ട നനത്താൻ ഇച്ചിരി കാപ്പി ആടി. ചൂടുവെള്ളത്തിൽ ഇച്ചിരി കാപ്പിപ്പൊടി രണ്ടെന്നുള്ള തുരിച്ചിട്ട് തരാം, മതിയാ? അത് നിന്റെ അപ്പൻ വെടിക്കുഴി മാത്തന്റെ അണ്ണാക്കി കൊണ്ടുവച്ചോട്. അതിന് പാലാ വരെ പോവണ്ടായോ? അതിന് എളുപ്പം നിങ്ങളുടെ അപ്പൻ കൊണ്ട് കൊടുക്കുന്നതാ. അങ്ങേരെ കാമ്പ് കൊടുത്ത സെമിത്തേരി കൊണ്ട് ഒഴിച്ചാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യും, ബാങ്കുകാരെന്നെ അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് കഞ്ഞിക്കലത്ത് തുരിശി അലക്കി നമുക്ക് 300 കൂടി സേവിച്ചേച്ച് എന്റെ അപ്പന്റെ കുഴി ചെന്ന് കിടക്കാം. അതാ നല്ലത്. ആ സത്ത പോടി. അപ്പച്ചാ, കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ ഇനി പാല് തരില്ലെന്ന് പറഞ്ഞു. അപ്പച്ചാ നാളെ മുതൽ പേപ്പറും വായിക്കണ്ട. അപ്പച്ചാ, ഈ റാഞ്ചി എന്ന് പറയുന്നതിന്റെ ശരിക്കുള്ള അർത്ഥം എന്നതാ? റാഞ്ചലിന് പല പല അർത്ഥങ്ങളുണ്ട് മോനെ. പറമ്പി തീറ്റ തിന്നാൻ പോയ കോഴിക്കുഞ്ഞിനെ പരുന്ത് പറന്നു വന്ന റാഞ്ചി. പാലായിൽ പണ്ട് തുരിശടിക്കാൻ പോയ നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മച്ചി കണ്ണും കൈയും കാണിച്ച് റാഞ്ചി. പാങ്ങില്ലാതെ കാര്യം സാധിക്കാൻ സർക്കാർ ഓഫീസിൽ പോയവനെ ഉദ്യോഗസ്ഥന്മാര് പോക്കറ്റ് റാഞ്ചി. അതൊന്നും അല്ല അപ്പച്ചാ, വിമാനം റാഞ്ചി പേപ്പറിലുണ്ട്. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE-യിലിറക്കി. ഇന്ത്യൻ വിമാനം റാഞ്ചി UAE. സുസിലേ, കഞ്ഞിക്കലത്തി തുരിശലക്കാൻ വരട്ടെ.